മാങ്കൂട്ടത്തിലിനെ ന്യായീകരിച്ച് മറ്റൊരു രാഹുൽ അറസ്റ്റിലായിട്ടുണ്ട്. രാഹുൽ ഈശ്വർ. പെൺകുട്ടി പരാതി കൊടുത്ത നിമിഷം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും ഉന്നയിക്കാത്ത പ്രതിരോധങ്ങളാണ് പാലക്കാട് MLAക്ക് വേണ്ടി രാഹുൽ ഈശ്വർ തീർത്തത്. എന്തായാലും പ്രതിരോധങ്ങളൊന്നും വെറുതെയായില്ല. ആഗ്രഹിച്ച പോലെ മികച്ച പബ്ലിസിറ്റി കിട്ടിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് കസ്റ്റഡിയിലെടുത്തത് മുതൽ ഈ നിമിഷം വരെ രാഹുൽ ഈശ്വർ ഷോയാണ് കേരളം കണ്ടത്. വീട്ടിലേക്ക് എത്തിയ പോലീസിനോട് കള്ളം പറഞ്ഞ് തെളിവൊളിപ്പിക്കുന്നത് മൊബൈലിൽ ചിത്രീകരിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അഭിഭാഷകൻ കൂടിയായ രാഹുൽ ഈശ്വർ. ഇതാണ് യഥാർത്ഥത്തിൽ പോലീസുകാർ വീട്ടിൽ വന്നിരിക്കുകയാണ്. എന്നെ തൈക്കാടോട്ട് കൊണ്ടുപോവാണ്. അതിനുവേണ്ടിയാണ് ഇവർ വന്നത്. എൻ്റെ ലാപ്ടോപ്പ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പം തന്നെ എടുത്ത് മാറ്റട്ടെ. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ, അതായത് എന്താ പരാതിയെന്നും കാര്യങ്ങളും അറിയില്ല. എന്തറിയോ, ചുമ്മാ പേടിപ്പിക്കാൻ നോക്കുകയാണ്. നമുക്ക് എന്തായാലും കാണാം. കൊണ്ടുപോകാൻ വന്ന പോലീസിനോട് ഒരു അഭ്യർത്ഥന മാത്രമേ രാഹുൽ ഈശ്വറിനുണ്ടായിരുന്നുള്ളൂ. വൈകിട്ട് 7 മണിയുടെ ചർച്ചയിൽ ഒന്ന് പങ്കെടുക്കണം. താനില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ആര് സംസാരിക്കുമെന്ന ആ കരുതൽ നമ്മൾ കാണാതെ പോകരുത്. സാറേ, എങ്ങോട്ടാ കൊണ്ടുപോകണം സാർ? അങ്ങനല്ല, ഞങ്ങൾ വിളിച്ച് പറയണോ? എന്താ അഡ്വക്കേറ്റ് വിളിക്കണോ? അങ്ങനെ എന്താ അറിയാമോ, എനിക്ക് തിരിച്ച് 7 മണിക്ക് ചർച്ചയുണ്ട്. തിരിച്ചതിന് മുമ്പിൽ എത്താൻ പറ്റൂ. തിരിച്ചെത്തിയില്ലെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന 7 മണിക്കോ 8 മണിക്കോ ഒക്കെ നമ്മുടെ ഇതിൽ ചർച്ചയുണ്ട്. വേണമെങ്കിൽ ഇന്നലെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാമായിരുന്നു. പക്ഷേ ഒരു ദിവസമെങ്കിലും ഡ്രാമയില്ലെങ്കിൽ എന്ത് ഹീറോയിസം. മജിസ്ട്രേറ്റിന് അവിടെ കൊണ്ടുപോയി വേണ്ടാന്ന് നമ്മൾ തന്നെ പറഞ്ഞു. അപ്പം നാളെ മതിയെന്ന് വിചാരിച്ചിട്ട് നാളത്തേക്ക് ശരി. പിന്നെ ഇപ്പോൾ രാത്രി ഇനി മജിസ്ട്രേറ്റിന് അവിടെ കൊണ്ടുപോയി വേണ്ടാന്ന് നമ്മൾ തന്നെ പറഞ്ഞു. അപ്പം നാളെ മതിയെന്ന് വിചാരിച്ചിട്ട് നാളത്തേക്ക് ശരി. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിട്ട് 4 ദിവസമാകുന്നു. ആ 4 ദിവസത്തിനുള്ളിൽ 1ഉം 2ഉമല്ല 16 വീഡിയോയാണ് രാഹുൽ ഈശ്വർ ചെയ്തത്. ആ പെൺകുട്ടിയെ അധിക്ഷേപിച്ചു. ഇതൊരു AI മോഡലാണ് കേട്ടോ. ഇത് ഒറിജിനൽ ഫോട്ടോ അല്ല, റെപ്രസെന്റേഷന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഒറിജിനൽ പെൺകുട്ടിയെ അറിയാത്തത് കൊണ്ടല്ല, പറയുന്നില്ല എന്ന ഉദ്ദേശം കൊണ്ട് മാത്രമാണ്. ഈ പെൺകുട്ടി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് പരാതി നൽകിയെന്നാണ് കാണുന്നത്. അതിശക്തമായ രീതിയിൽ രാഹുൽ തിരിച്ചടിക്കണം. നിങ്ങളെ വേട്ടയാടാൻ ശ്രമിക്കുന്ന, അതായത് കേട്ടാത്ത ഒന്നും ആണും പെണ്ണും തമ്മിൽ ബന്ധപ്പെട്ട് ഗർഭമുണ്ടായ ആണിന് മാത്രമാണ് ഉത്തരവാദിത്വം. ഈ വീഡിയോകൾ ചിത്രീകരിച്ച ഇന്നലെ രാഹുൽ ഈശ്വർ ഒളിപ്പിച്ച ആ ലാപ്ടോപ്പ് കണ്ടെടുക്കാൻ പോലീസ് ഇന്നും രാഹുലിനെയും കൊണ്ട് രാഹുലിന്റെ വീട്ടിലേക്ക് പോയി. വീടിന്റെ പടി കയറും മുൻപ് നിലപാട് പ്രഖ്യാപനം. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തണമെന്നാണ് എന്നോട് ആവശ്യം. നിർത്തില്ല. ഗാന്ധി സുരേഷ് സാർ നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തില്ല. പഠിച്ച പണി 18 നോക്കിയിട്ടും രാഹുൽ ഈശ്വറിന് ഇന്ന് ജാമ്യം കിട്ടിയില്ല. സുപ്രീം കോടതിയുടെ വിധിയുടെ ലംഘനമാണെന്നും അർണേഷ് കുമാർ ജഡ്ജ്മെന്റിന്റെ ലംഘനമാണെന്നും ഒക്കെ രാഹുൽ ഈശ്വർ പറഞ്ഞു നോക്കി. പക്ഷേ ഒത്തില്ല. ജാമ്യം നൽകിയില്ല. റിമാൻഡിലായി. അധിക്ഷേപത്തിൽ അഴിക്കുള്ളിലായി രാഹുൽ ഈശ്വർ. ഇതുകൊണ്ടാണ് കമ്മീഷൻ വേണ്ടത്. മഹാത്മാഗാന്ധിയുടെ പാതയിൽ ജയിലിൽ നിരാഹാര സത്യാഗ്രഹം ഇരിക്കും. ജയിലിൽ നിരാഹാര സത്യാഗ്രഹം ഇരിക്കും. അത് കോടതിയെ പോലീസ് തെറ്റിദ്ധരിപ്പിച്ചതാണ്. പോലീസ് പച്ചക്കള്ളങ്ങൾ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. പച്ചക്കള്ളങ്ങൾ. എനിക്ക് നോട്ടീസ് കിട്ടിയിട്ടില്ല. ഈ പെൺകുട്ടിയുടെ ചിത്രം ഇട്ടിട്ടില്ല. ഈ പെൺകുട്ടിയുടെ ചിത്രം ഞാൻ ഇട്ടിട്ടുണ്ടോ? നിങ്ങളെ പരിശോധിച്ചാൽ പോലെ. പച്ചക്കള്ളങ്ങൾ പറയുകയാണ്. ഇതുകൊണ്ടാണ് മെൻസ് കമ്മീഷൻ. പച്ചക്കള്ളങ്ങൾ. കസ്റ്റഡിയിലായിരുന്ന സമയത്ത് 2 വീഡിയോയാണ് രാഹുൽ ഈശ്വർ അപ്ലോഡ് ചെയ്തത്. എന്തായാലും 7 മണി ചർച്ചകളിൽ രാഹുൽ ഈശ്വറിനെ മിസ് ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്താൻ പരിശോധന ശക്തമാക്കുകയാണ് അന്വേഷണ സംഘം. ഓരോ ജില്ലകളിലും പ്രത്യേകം പരിശോധന നടക്കുന്നുണ്ട്. ഇതിനിടെ രാഹുൽ രക്ഷപ്പെട്ട കാർ സിനിമാ നടിയുടേതാണെന്ന ഒരു സൂചന വരുന്നുണ്ട്. മറ്റന്നാളാണ് രാഹുലിന്റെ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുക. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിട്ട് ഇന്ന് 5 ദിവസമാകുന്നു. രാഹുൽ എവിടെയുണ്ട് എന്ന കാര്യത്തിൽ പോലീസിന് ഒരു വ്യക്തതയുമില്ല. ഗർഭചിത്രം നടത്തിയ യുവതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി പരാതി നൽകുന്ന അതേ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജില്ലയിലെ കണ്ണാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിലായിരുന്നു. പരാതി എത്തിയെന്ന വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ രാഹുൽ കണ്ണാടിയിൽ നിന്നും മടങ്ങിയത് ഒരു ചുവന്ന പോളോ കാറിൽ. CCTV ദൃശ്യങ്ങളിൽ ഇക്കാര്യം വ്യക്തമാണ്. ആ ചുവന്ന പോളോ കാർ ഒരു സിനിമാ നടിയുടേതെന്നാണ്
ഇപ്പോൾ വ്യക്തമാകുന്നത്. ഗർഭചിത്രം നടത്താനായി രാഹുലിന്റെ നിർദ്ദേശപ്രകാരം യുവതിക്ക് മരുന്നെത്തിച്ചു കൊടുത്ത ജോബിയും രാഹുലും ഒരുമിച്ചുണ്ട് എന്നുള്ളതാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. ഇരുവർക്കുമായി കേരളത്തിനകത്തും പുറത്തും വ്യാപകമായ പരിശോധന പോലീസ് നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുലിന്റെ സുഹൃത്തുക്കളുടെ വീടുകളിലടക്കം പരിശോധനയുണ്ടായി. ഫോൺ രേഖകൾ സംബന്ധിച്ചുള്ള പരിശോധനയും പോലീസ് സജീവമാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നടക്കുമ്പോഴും രാഹുൽ കാണാമറയത്താണ്. മറ്റന്നാൾ രാഹുലിന്റെ ജാമ്യ ഹർജി കോടതി പരിഗണിക്കും മുൻപ് അറസ്റ്റുണ്ടാകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.